നമ്മളിപ്പോൾ നല്ല കിടിലൻ ഒരു സൺസെറ്റ് കാണാനായിട്ട് പുലിയണിപ്പാറയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ അതിമനോഹരമായ ഒരു വ്യൂ തന്നെയാണ് നമുക്കുള്ളത്. ഒരു ടൈമിൽ ഇവിടെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൾക്കാരൊക്കെ എപ്പോഴും 5 മണി തൊട്ട് ആൾക്കാർ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നെ പുലിയണിപ്പാറ എന്ന് പറയാൻ വേണ്ടി ഇതിൻ്റെ താഴത്തൊരു ചെറിയൊരു ഗുഹയുണ്ട്. ഈ പുലി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിനൊരു പുലിയണിപ്പാറ എന്നുള്ള പേര് വന്നത്. ഇവിടേക്ക് എപ്പോഴും ആൾക്കാർക്ക് വരാൻ പറ്റുമോ? ഇവിടെ ഫുൾ ടൈം ആൾക്കാർ വരുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. ഇവിടെ വലിയ ഇതൊന്നുമില്ല, ചെക്ക് പോസ്റ്റ് പോലെ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഈ വഴി വരാം. പിന്നെ അപ്പുറത്തേടെ ഓഫ് റോഡ് പോലെ ഇങ്ങനെ ആൾക്കാരെ കയറ്റിക്കൊണ്ടുവരും. ഈ കോടയൊക്കെ ഇറങ്ങുന്നുണ്ടെന്നാണല്ലോ. നമുക്ക് ഏറ്റവും ഒരു പീക്ക് സീസൺ അത് ഏതായിരിക്കും? നമുക്കിപ്പോൾ വന്നാൽ വളരെ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും. പിന്നെ ഇവിടെ കൊറോണ ടൈം ആയി ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആ സൈഡാണെങ്കിലും അത്യാവശ്യം എല്ലാം ഒന്ന് കാണാവുന്ന കോടയൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരു തെളിഞ്ഞു നിൽക്കണ ഒരു അത് പൊല്യൂഷൻ്റെ കാര്യങ്ങൾ കാണാറുണ്ട്. ഇവിടുന്ന് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാലി ആ സൈഡൊക്കെയാണ്. പിന്നെ അവിടെ മലയാറ്റൂര് കാര്യങ്ങൾ, ഈ സൈഡ് കോട മറ്റേ ക്രാരിലി അങ്ങനെ ഇതൊക്കെ ഡിസംബർ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ കോട കാര്യങ്ങൾ ഇത് തന്നെ. അന്നേരം ആൾക്കാർ 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും പുലർച്ചെ 5 മണിയാണ്. പുലർച്ചെ 5 മണിക്ക് ആ ഒരു സീസൺ ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുക അല്ലേ? പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ടൈമിൽ ജനുവരി ആകുമ്പോഴത്തേനും ജനുവരി 5 ആ സമയമാകുമ്പോഴത്തേനും. ആ അമ്പലത്തിന് ആ ഗുഹയ്ക്കും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഇല്ല. ഇത് അങ്ങനെ ഒരു ഇത് പറഞ്ഞു തന്നെ ആ ഗുഹ ഉള്ളതുകൊണ്ട് ഇവിടെ പുലി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ പോയാൽ ആ ഗുഹ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. കുറെ നടന്നു പോകണം. തെന്നി കിടക്കണ കാരണം, ഈ മഴയൊക്കെ പെയ്ത് തെന്നി കിടക്കണ കാരണം അവിടെ ആരും ഇറങ്ങി പോവാറില്ല. ഓക്കെ. അപ്പം കുറച്ചൊരു പ്രശ്നമുണ്ട് അവിടേക്ക്. നമുക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മഴ കാരണം കുറച്ച് തെന്നലൊക്കെ ഉണ്ടെന്നാണ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെ ഒരു അമ്പലവും ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്പോട്ടായ പുലിയണിപ്പാറ അത് ഇതിൻ്റെ താഴെയാണുള്ളത്. ആ ആഞ്ഞിലി മരത്തിൻ്റെ താഴെയായിട്ടാണ് ഗുഹ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളത് അല്പം റിസ്ക്കിയാണ്. നമുക്കൊന്ന് നോക്കാം പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് തെന്നലും കാര്യങ്ങളും ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ നമ്മളോടിപ്പോൾ നേരത്തെ ചേട്ടനും പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് നോക്കാം ഗുഹ കാണുമോ ഇല്ലയോ എന്ന്. അഗാധമായ ഒരു ഗർത്തമാണ് കാണുന്നത്. നമുക്ക് ഇവിടുന്ന് അധികം ഈ ഒരു സമയത്ത് പോകാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് പുലിയണിപ്പാറയിലുള്ള ഗുഹ. എനിക്ക് തോന്നുന്നു അതുവഴി താഴോട്ടേക്ക് ഇറങ്ങിയാൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് ആ ഗുഹ കാണാൻ പറ്റും. ഈ ഗുഹയുടെ ഈ ഒരു പാറയുടെ മുകളിലായിട്ട് അവിടെ ഒരു അമ്പലവും വരുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ഈ പുലിയണിപ്പാറയും ആ ഒരു ഗുഹയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് പണ്ട് പുലി ഇരിക്കുന്ന ഒരു ഗുഹയായിരുന്നു എന്ന് പറഞ്ഞത്. ഈ പാറയുടെ താഴത്ത് കാണുന്ന ആ ഒരു ഗുഹയിലാണ്. അപ്പം ഇപ്പോൾ പുലി അങ്ങനെ വരാറും ഇരിക്കാറൊന്നുമില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. പണ്ടത്തെ ഒരു ഐതിഹ്യമാണത്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് പുലിയണിപ്പാറ എന്നൊക്കെ പറയുന്നതും. ഈ ഇടയായിട്ട് തന്നെയാണ് ആളുകൾ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയതും. അപ്പം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ ഒന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ സൺസെറ്റ് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഇരുട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റേതായ കുറച്ച് റിസ്ക്കാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ താഴേക്കാണ് ഈ ഗുഹ
എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴേക്ക് അവിടെ ഭയങ്കര ഒരു കാടും കാര്യങ്ങളുമാണ്. ഇരുട്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോവാൻ ഞാനിപ്പോൾ അത്ര ധൈര്യം കാണിക്കുന്നില്ല. എന്തായാലും അവിടെയാണ് പുലിയണി പാറ. അവിടെയാണ് പണ്ട് കാലത്ത് പുലി വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പുലിയണി പാറ എന്ന് പേര് വന്നതും. അപ്പോൾ എന്തായാലും നമുക്ക് വരാനും കുറച്ചൊന്ന് കൂളായിട്ടിരിക്കാനൊക്കെ ഒരു പറ്റിയൊരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് ഇത്. ഇവിടേക്ക് നമുക്ക് എറണാകുളത്തു നിന്നാണെങ്കിൽ ഒരു 55 കിലോമീറ്റർ എന്നാണ് ഇവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞത്. അതേപോലെ തന്നെ കോട്ടയത്തു നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ഒരു 80 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് ഈവനിങ് സമയങ്ങളിലും അതുപോലെ തന്നെ രാവിലെയും ഒക്കെ ഇവിടെ വന്ന് ഒന്ന് ചില്ല് ചെയ്തിരിക്കാനൊക്കെ നമുക്ക് പറ്റും. അതും ഡിസംബർ സമയങ്ങളിൽ നന്നായിട്ട് കോട ഇറങ്ങുന്ന സമയങ്ങളിൽ ഇവിടെ വരുമ്പോഴായിരിക്കും ആ ഒരു കിടിലൻ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുക. അപ്പോൾ ഇതൊക്കെയാണ് പുലിയണിപ്പാറയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറേ ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. പുലി വന്നിരുന്ന ഒരു ഗുഹയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പുലിയണിപ്പാറ എന്ന പേര് വന്നതെന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എത്താനുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒരു പീക്ക് സമയം എന്ന് പറയുന്നത് ഡിസംബർ എന്നുള്ള ഒരു ടൈമിലൊക്കെയാണ്. ആ സമയമാകുമ്പോഴത്തേക്കും കോട നന്നായിട്ട് ഇറങ്ങി നല്ലൊരു വ്യൂ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് എല്ലാവർക്കും വരാനും ഒന്ന് ചില്ല് ചെയ്തിരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ പുലിയണിപ്പാറ എന്ന് പറയുന്നത്.